ശകലം ചൂട് ചോറിട്ട് ചമ്മന്തി, ചിലപ്പോൾ ചമ്മന്തിക്ക് തേങ്ങ പോലും കാണില്ലെങ്കിൽ ഉപ്പും മുളകും അരച്ചുകൊണ്ട് പോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി തിന്നപ്പോൾ അവൻ്റെ ഒന്നും ചന്തിയൊന്നും തേമ്പിയില്ല. അവരാരും വിറ്റാമിൻ ഊ മേടിച്ച് തന്നിട്ടുമില്ല. കണ്ടോ? ഇന്ന് എല്ലാവരും വിറ്റാമിൻ ഊ മേടിച്ച് നമുക്ക് തരുന്നത്. കൊച്ചു ഗർഭിണിയായി കഴിഞ്ഞാൽ ഉടനെ വിറ്റാമിൻ ഊ, അയൺ ടാബ്ലറ്റ്, കാൽസ്യം ഇല്ലേ, ഫോളിക് ആസിഡ്, എല്ലാ ആസിഡും കൂടെ തന്നിട്ട് ആ ആസിഡ് എല്ലാം വളരെ നോക്കൂ. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് ഫോളിക് ആസിഡ്. ഇതാണ് കണ്ടോ? ഇതാണ് ഇരുമ്പൊടി വാരി തന്നെ വെച്ച് അത് വാരി തിന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പറഞ്ഞ? ഈ സംസ്കാരത്തിൽ ചെന്ന് നിന്നു പോരെ. ഇതിഭേദം വല്ല വർഷാപ്പിലും പോയിട്ട് കുറച്ച് ഇരുമ്പൊടി വാരിക്കുന്നതാണ്. അത് ഇത് എന്താ വ്യത്യാസം? മാഗ്നറ്റ് ഡയറക്റ്റ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്ല ഇതുണ്ടോ ചിലർക്ക് ഞാൻ ഇതുണ്ടോ, ഞാൻ ക്യാപ്സൂള് ഏത് വേണമെങ്കിലും എടുത്തു ഉണ്ടോ? ഇത് കണ്ടോ ചാടിയാ പിടിക്കും. ഇത്രയും സ്പീഡ് ചാടി പിടിക്കുന്നുണ്ടോ? അത് നോക്കണം എത്ര പൊക്കത്തിലായി പിടിക്കുന്നത് നോക്കണം. എന്തിനാ ഇത് പൊട്ടിച്ച് വെച്ചേക്കുന്നത്? ഒരു വ്യത്യാസം ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു അത് ആ ഫോയിലില്ലേ അത് ഇരുമ്പായിരിക്കും. എനിക്കും സംശയം വന്നായിരുന്നോ? വേണ്ട ഉടനെ വന്ന അവിടെ പുള്ളി വന്ന സംശയം. അതിനാ ഇത് മാറ്റി വെച്ചിരിക്കണേ. എന്താ ഇത് നോക്കി എത്ര സ്പീഡിലാണ് പിടിക്കുന്നതെന്ന്, എത്ര സ്പീഡിലാണ് പിടിച്ചത് വേണ്ട. എല്ലാ ക്യാപ്സൂളും നിങ്ങൾ മേടിക്കുന്ന എല്ലാം ഇതെല്ലാം ക്യാപ്സൂളും ഗ്ലാസോടെ പിടിക്കും. അതെ നിങ്ങൾ മേടിച്ച് നിങ്ങൾ പോയി തപ്പി നോക്കുന്നേ. ഇരുമ്പിന്റെ അംശം ഉണ്ടായിട്ടാണല്ലോ ഭയങ്കരമായിട്ട് പിടിക്കണേ. ഇതൊക്കെ മേടിച്ചങ്ങോട്ട് തിന്നുമ്പോൾ വിറ്റാമിനും ഇച്ചിരി മുരിങ്ങയില കറി വെച്ച് തിന്നാൻ ഉണ്ടാവുന്ന അയണിനാണ് ഈ പോയിരിക്കുന്ന ഇരുമ്പൂടി വാരി തിന്നാൻ പോയിരിക്കണം. അപ്പൊ ഇത് തിന്നേച്ച് വളരുന്ന ഒരു അമ്മയുടെ കൊച്ചെങ്ങനെ ഇരിക്കും? ഇപ്പൊ ഓട്ടിസവും ഇന്ന് മിക്കവാറുള്ള എന്തും തല വേറെ നിൽക്കുന്നില്ല. ഓട്ടിസമായി ആണോ? ശരിയോ കിട്ടോ? ഇതൊക്കെ ആരോടെ പറയണ്ടെന്നേ? ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങൾ കുട്ടികളാ ഒന്ന് പ്രതികരിക്കും. നിങ്ങളും നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ എടുത്തുകൊണ്ട് ക്യാൻസർ മേടിക്കുമ്പോൾ ആശുപത്രി കൊണ്ട് നടക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതല്ല വീട്ടിൽ നിന്ന് പോല് കല്യാണ വീട്ടിൽ, ഹോട്ടലിൽ, പാലുകാച്ച്, സൽക്കാരങ്ങൾ ഇവിടെങ്ങും പോയിട്ട് ഇനി മേലാ ശാപ്പാട് കഴിക്കില്ല. കഴിക്കാൻ രക്ഷപ്പെടാം. ഇതാണ് സൽക്കാരം. കണ്ടില്ല? ഞാൻ വെൽക്കം ജ്യൂസ് കണ്ടായിരുന്നല്ലോ, കഴിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ പറയുമ്പോൾ ഇതാണ് ഇത് കണ്ടല്ലോ, ഇതാണ് അരി, ബിരിയാണി അരി, പച്ച മൈദ കൊണ്ടുണ്ടാക്കിയ അരി. എന്നാ ഇത് മൈദ കൊണ്ടുണ്ടാക്കിയ അരി 10 മിനിറ്റ് വെള്ളത്തിൽ, നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടാൽ മതി. 10 മിനിറ്റ് ചൂട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് എന്താവുമെന്നറിയോ? ബിരിയാണിയുടെ ഷേപ്പ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അവർ രസമല്ല, അവരിതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് മൈദയാണെന്ന്. കണ്ടോ? തമാശ എവിടെയാണ്? വീറ്റ് സ്ലിം റൈസ്, മൈദ കൊണ്ടുണ്ടാക്കിയ അരി. എത്ര പേർക്കറിയാത്? ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേക്കും ഒരു മനുഷ്യനറിയില്ല. ഇത് തൂത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ഇളക്കാൻ നേരത്തെ ഇതിന് 2 തുള്ളിയും കൊണ്ട് വെച്ചു ബസുമതി അരിയായി, ബിരിയാണി അരിയായി. കണ്ട 2 തുള്ളിയും കൊണ്ട് വെച്ച് കൊടുത്താൽ മതി, ബിരിയാണിയായി. അവിടെ വന്നില്ലേ? വന്നു. ഇതൊക്കെ തിന്ന് പിന്നെ കല്യാണത്തിന് പോയി വാരി തിന്നാൻ പറ്റി അതും പറ്റി അത് കണ്ടില്ല. 40,000 ലിറ്റർ പച്ചവെള്ളത്തിനകത്ത് 200 ml ഈ മണം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ഓറഞ്ച് ജ്യൂസായി. അടുത്തതും പോണ്ട, അടുത്തതും പോരുത്. നല്ലോണം സ്മെല്ല് കയറുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നത്. കണ്ട് കൂട്ടി നമ്മളെ ദൂരെ വെച്ച് പിടിക്കാവൂ. കാരണം ഇത് നല്ല എരിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളെ ജോൺസൺ ആൻഡ് ജോൺസന്റെ കുപ്പിക്കകത്ത് എഴുതിയിരുന്നില്ലേ? എന്താ എഴുതിയിരുന്നത്? ഇൻഹലേഷൻ വിച്ച് ക്യാൻ സീരിയസ് ഇഞ്ചുറി, ശ്വസിക്കരുത്, മരണം വരെ സംഭവിക്കുന്നു. തലയിരിക്കുന്നത് കണ്ടത് ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ കുറെ നിരോധിച്ചു. ഷാമ്പു വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതുകൂടെ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് വെച്ചേക്കരുത്. 2 ഇതുകൂടെ എഴുതിയിട്ടുണ്ട്. ഡിസ്കണ്ടിന്യൂ ഇഫ് സ്കിൻ ഇറിറ്റേഷൻ. ഇത് മണ്ണെണ്ണ ആയതുകൊണ്ട് ഇത് ശരീരത്തിൽ തേച്ചാൽ ചൊറിയുണ്ടാവും. അങ്ങനെ ചിലർക്ക് മണ്ണെണ്ണ അലർജിയാണ്. അങ്ങനെയുള്ളത് തേക്കരുത്, അപ്പോഴും നിർത്തിക്കാൻ തോന്നുന്നു. ജോൺസന്റെ പൗഡർ
പൗഡറിനകത്ത് കാൽഷ്യം കാർബണേറ്റ് കുമ്മായം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളടുത്ത് കൊച്ചു കുഞ്ഞിന്റെ പേര് പുറത്തു പോലും തേക്കുന്ന ആ സാധനം കുമ്മായമാണെന്ന് വ്യക്തമായി എഴുതി വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. നാച്ചുറൽ മെഡിസിൻ ഏതാകിട്ടുന്നേ പറ ചാൻസ് ഇല്ലല്ലോ. ആയുർവേദത്തിലോട്ടോ അല്ലേ? നാച്ചുറൽ ഏതിനകത്ത് നാച്ചുറൽ ആയിട്ട് ഏതിനകത്ത് പോവാ? അല്ല, നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ മീൻസ് എണ്ണ വെളിച്ചെണ്ണ യൂസ് ചെയ്ത റിയാക്ഷൻ ഇല്ല. വെളിച്ചെണ്ണ ഒരു റിയാക്ഷൻ ഇല്ല, ഉണ്ടാവില്ല. അതിന്റെ തിരിച്ചു പറയാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ അപ്പനപ്പന്മാർ തലമുറകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണ അവരെല്ലാം കൊളസ്ട്രോൾ പിടിച്ചാന്ന് ചത്തേ. അപ്പം ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം അവരെല്ലാം കൊളസ്ട്രോൾ പിടിച്ചാൽ ചത്തത്. കാരണം വെളിച്ചെണ്ണ വെച്ചാൽ കൊളസ്ട്രോളാണ്. നമ്മൾ ഇത് ചെയ്തില്ല. അത് ചക്ക തിന്നപ്പം ഗ്യാസാ. അപ്പം നമ്മുടെ പണ്ടുള്ള ഞങ്ങളുടെയൊക്കെ കൂടെ കൊച്ചുനാളിലെന്ന് പറഞ്ഞാൽ ചക്കയില്ലാത്ത ദിവസമില്ല. അതിൻ്റെ മുള്ളു മാത്രം ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം പൊക്കിയെടുത്തിട്ട് ചവണി വരെ അവിച്ച് നിന്നപ്പോൾ ഒത്തിരി ഗ്യാസ് ഉണ്ടായില്ല. ഇത് പഠിക്കാതെ വല്ലോരും ജോലി വിളിച്ച് പറഞ്ഞ് സായിപ്പ് അവിടുന്ന് ഇവിടുന്ന് കൊണ്ട് ചക്കക്കുരു കൊണ്ടുപോയിട്ട് അത് പ്രോട്ടീൻ പൗഡറായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ 1000 രൂപയ്ക്ക് മേടിച്ച് തിന്നു. ഒരു ഉളുമ്പുമില്ലാതെ നിന്നു. മനസ്സിലായോ? തമാശ നല്ലതാ. ഇപ്പോഴത്തെ നിങ്ങൾ തിരിച്ച് വന്ന് ചക്കയും ചക്കക്കുരുവും മാങ്ങയും തേങ്ങയും ആഞ്ഞിലിച്ചക്കയും മുരിങ്ങയില, മുരിങ്ങക്കായ, കൊഴുപ്പ, ഉപ്പച്ചീര, സാമ്പാർ ചീര, മുള്ളൻചീര, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ചേനത്തണ്ടും ചേമ്പിൻ്റെ താളും ചേമ്പും കാച്ചിലും ചേനയും ഇതൊന്നും വലിയ വിഷമൊന്നുമില്ല. ഇതൊക്കെ കൂടെ തിന്നാവുന്ന ധൈര്യം കൊണ്ട് ഇങ്ങോട്ട് വാ. ഏത് രോഗമായിക്കോട്ടെ നിങ്ങളെ ഒരു പ്രശ്നം എനിക്കില്ല. അല്ല, ഇതൊക്കെ തിന്നാൻ തിരിച്ച് കടയിലോട്ട് പോയിട്ട് തിന്നാനാണ് പണിയെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ഉണ്ടോ? പരിപാടി മാറുമോ? ഇല്ല. അതിന് എൻ്റെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് ആയുർവേദത്തിൽ പോവാം. അവരെവിടെ നല്ല കച്ചവടം കഴിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ആയുർവേദത്തിലോട്ട് വരിക. അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ചാരായ കടയുടെ മുമ്പിൽ എല്ലാ ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിലാണ് ആയുർവേദ കട. അവിടെ നിന്ന് ഒരു പെയിൻറ്റ് മേടിക്കും, ഇവിടെ നിന്ന് ഒരു കോട്ട് മേടിക്കും, രണ്ടുകൂടെ മിക്സി അടിക്കും. ഇത് ആയുർവേദം. അതല്ല, എവിടെ വേണമെങ്കിലും നോക്കിക്കോ, ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ആയുർവേദ കടയാണ്. ഇത് 42 രൂപ 62 രൂപ 48 പൈസയുടെ ബില്ലാണ് ഞാൻ ഇട്ടിരിക്കുന്ന നെറ്റിൽ. കണ്ടായിരുന്നോ? ദശമൂലാരിഷ്ടം 1 കിലോ ചവനപ്രാശിന് 140 രൂപ. 90% കച്ചവടം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% എത്ര രൂപയുടെ സാധനം പറ? 90% കച്ചവടം ഇപ്പം കണ്ടല്ലോ, കണ്ട്. ബാക്കി 10% 140 രൂപ 10% എത്രയാ? 14 രൂപയ്ക്ക് തേങ്ങാപ്പിണ്ണാക്ക് ശർക്കര അല്ലാതെ ശർക്കരയ്ക്ക് വില കൂടുതലാണ്. അപ്പോൾ കൂടുതലും തേങ്ങാപ്പിണ്ണാക്ക് ഇടാൻ പറ്റുള്ളൂ. അതിലും വില കുറഞ്ഞ വില ചണ്ടിയും മാരിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്തോ തെളിഞ്ഞെന്ന് പറയാൻ പറ. ഇത് ചോദിക്കാൻ ആരുമില്ല. കാരണം ഇവരാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നേ. ഈ ഇപ്പൊ കാണിച്ച ഇത് 18 രൂപയുടെ ഈ മൈദ 75 രൂപയ്ക്കാണ് വിൽക്കുന്നേ. ഇവൻ ഇലക്ഷന് കാശ് കൊടുക്കും. ഇവന്റെ ഇലക്ഷന്റെ കാശ് കൊണ്ട് അവിടെ മന്ത്രി ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ പറയുന്നത് കേൾക്കുമോ? നിങ്ങൾ പറയുന്ന വോട്ടർമാർ പറയുന്നത് കേൾക്കുമോ? നിങ്ങൾ വോട്ട് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കച്ചവടമൊക്കെ അവിടെയാണ്. ഞങ്ങൾ കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് പോലും 205 കോടി രൂപ കൊണ്ടു വന്നിട്ട് വെളിയിൽ കൊണ്ടുവന്ന് ഇവിടെ പ്രസിഡന്റ് ആയപ്പോൾ അവർ ഗൾഫിൽ ലോകരാജ്യം മൊത്തം സഞ്ചരിക്കാൻ പോയി. 205 കോടി രൂപ ഇവിടെ ഓരോരുത്തർ പട്ടിണി കിടന്ന് ചാവുന്നു. ഒരുത്തൻ്റെ കയ്യിലില്ല. നമ്മളൊക്കെ പിന്നെ സമ്പന്നരാണ്. ആ ബീഹാർ, UP ആ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകും. അവരൊക്കെ വോട്ട് കൊടുത്തിട്ട് അവിടെ നടക്കുന്ന കളികളൊന്നും പോയി കാണും. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ബോധവൽക്കരണം. അല്ലേ? ഒറ്റ വഴി നമ്മുടെ കയ്യിലില്ല. ഇത് രക്ഷപ്പെടാൻ യൗമാരിക്ക് സംഭവിക്കില്ല. ഇവര് നല്ല ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടും. നല്ല ആൾക്കാരെ തെരഞ്ഞെടുക്കണമെങ്കിൽ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടികളിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അതുകൊണ്ട് പുതിയൊരു തലമുറ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ പേടിക്കണം. ഇനി അവര് നമ്മുടെ വോട്ടും കൂടെ കൊണ്ടേ അവർ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രാതിനിധ്യം അസംബ്ലിയിലും പാർലമെന്റിലും വേണം. അപ്പം ശരിയാ. ആരെങ്കിലും ഒട്ടും പൊങ്ങി വന്നാൽ അണ്ണാസാർക്ക് പറ്റിയതുപോലെ പറ്റും. ഇല്ലേ? പിന്നെ അതൊക്കെ പോയി, അതൊന്നും ഒരുക്കി കഴിഞ്ഞിട്ടു ഓ അതെല്ലാം അവരെല്ലാം കൂടെ കൂടി കളിച്ച് അത് പൊട്ടിച്ചോറാക്കി.
നമുക്ക് ആരും ഈ നമുക്കിന്നല്ല നമ്മളിൽ ഇപ്പോൾ ഒരു വലിയൊരു പണിയുണ്ട്, ഫേസ്ബുക്ക് നെറ്റ് ഉണ്ട്. അതിലെ കൂടെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇല്ലേ നടക്കും. ഏറ്റവും നല്ല പണിയിലേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും നല്ല കളി അതാണ്. അതിനകത്ത് പേപ്പറുകളുണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. കളിക്കാൻ കുറെ വിവരമുള്ളവരുണ്ട് ഇല്ല അല്ലേ? ചെയ്തൂടെ?